ഹായ്, ഹലോ, നമസ്കാരം. ഈ വീഡിയോ നിങ്ങളൊരു ഏർലി 20s അല്ലെങ്കിൽ മിഡിൽ 20s അല്ലെങ്കിൽ ഒരു ലേറ്റ് 20s ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾക്കുള്ളതാണ്. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ച് ഹോം ടൗണൊക്കെ വിട്ട് ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഈ ഒരു മിഡ് 20s പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ വന്നു പോകും. അത് ഹോം ടൗണിലെ ഫ്രണ്ട്സ് ആവാം, കോളേജിലെ ഫ്രണ്ട്സ് ആവാം, സ്കൂളിലെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, ഒരുപാട് ആളുകൾ വന്നു പോകും. ആ വന്നു പോകുന്ന ആളുകളിൽ നമ്മൾ പാമ്പുകളെ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ നമ്മളെ അടുത്ത് ചിരിച്ച് കളിച്ച് നിന്ന് തിരിഞ്ഞു നിന്ന് കുത്തുന്ന ആൾക്കാർ, അതായത് നമ്മളെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ നമ്മളെ താത്തിക്കെട്ടാൻ അപ്പുറത്ത് പോയിട്ട് നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിൽ അസൂയ തോന്നുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ 20s ബ്യൂട്ടിഫുൾ ആവൂ. അതുകൂടാതെ തന്നെ നമ്മളെ 30s എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രോത്ത് ഉള്ളതാവുള്ളൂ. ഞാൻ ഈ ഒരു മിഡ് 20s കണ്ടൊരു കാര്യമുണ്ട്. നമ്മുടെ ചുറ്റിനും ഒരുപാട് ആളുകൾ പുതിയതായിട്ട് വരുന്നുണ്ടാവും. അതിൽ പലരും നമ്മളെ ഒന്നും തിരിച്ച് അൺലിമിറ്റഡ് ആയിട്ട് സ്നേഹിക്കുന്ന ആളുകൾ, അവരൊന്നും നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമ്മൾ ഗ്രോത്ത് അവർക്ക് കാണണം, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനത്തെ ആളുകളെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ മേക്ക് അവർ ലിവിങ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏർലി 20s മിഡ് 20s ഇനിയിപ്പോൾ ലേറ്റ് 20s ആളുകളെ ചൂസ് ചെയ്യുമ്പോൾ വേസ്ലി ചൂസ് ചെയ്യുക. ചൂസ് പീപ്പിൾ വേസ്ലി. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലൈഫ് ഹാപ്പി ആവട്ടെ, എല്ലാവരും അടിപൊളിയായിട്ട് ജീവിക്കട്ടെ.